ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഏകമകനായ യുവാവ്, അയാളുടെ പിതാവ് മരിച്ചപ്പോൾ സ്വത്തുക്കളെല്ലാം സ്വന്തമായി. കൃഷിക്കാര്യത്തിൽ അയാൾക്ക് താല്പര്യം തോന്നി. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. അവിടെ എത്തിയ യുവാവ് ആ തോട്ടത്തിന് ചുറ്റുമുള്ള വേലിപ്പടർപ്പുകൾ മുഴുവൻ നശിപ്പിക്കുവാൻ ഭൃത്യന്മാരോട് പറഞ്ഞു. ഈ ചെടികൾ നമുക്ക് മുന്തിരി തരുന്നില്ല. അവ വെറുതെ സ്ഥലം മിനക്കെടുത്തുന്നു. അവ പിഴുതുമാറ്റിയാൽ അവയുടെ സ്ഥാനത്ത് നമുക്ക് മുന്തിരി നട്ടുപിടിപ്പിക്കാം. മുന്തിരിത്തോട്ടത്തിൻ്റെ വേലിപ്പടർപ്പ് നശിപ്പിക്കുവാനുള്ള തീരുമാനം വലിയ നാശത്തിനും നഷ്ടത്തിനും വഴിതെളിക്കുമെന്ന് ഭൃത്യന്മാർ ആ യുവാവിനോട് പറഞ്ഞു. പക്ഷേ അയാളുണ്ടോ അവരുടെ വാക്കുകൾ കേൾക്കുന്നു? വേലിപ്പടർപ്പുകൾ മുഴുവൻ ഉടൻ നശിപ്പിക്കുവാൻ അയാൾ കൽപ്പന നൽകി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഭൃത്യന്മാർ ആ കൽപ്പന നടപ്പാക്കി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ യുവാവ് വീണ്ടും മുന്തിരിത്തോട്ടത്തിലെത്തി. അപ്പോൾ അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. മുന്തിരിത്തോട്ടം മുഴുവൻ കന്നുകാലികൾ കയറി ചവിട്ടി നശിപ്പിച്ചിരിക്കുന്നു. മുന്തിരിത്തോട്ടത്തിന് സംരക്ഷണം വേണം. അതുവഴിയുണ്ടാകുന്ന ബുദ്ധിമുട്ടും നഷ്ടവും സഹിച്ചേ മതിയാകൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനും വേണം ചില വേലിക്കെട്ടുകളും ചട്ടക്കൂടുകളും നിയമങ്ങളും. ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ താറുമാറാകും എന്നതിൽ സംശയം വേണ്ട. നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേ അസൗകര്യങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. എന്നാൽ അവയൊന്നുമില്ലാതെ ഓരോരുത്തരും ജീവിക്കുന്ന സ്ഥിതി വന്നാലോ അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട. നമുക്ക് ചുറ്റുമുള്ള വേലിക്കെട്ടുകൾ പൊളിക്കുന്നതിന് മുൻപ് രണ്ടാമത് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. സദൃശവാക്യം 8:32. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.